മറ്റ് മതസ്ഥർ ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ അവസരം തരുവാ നിങ്ങൾക്ക്. ഞങ്ങൾ അവസരം തന്നിട്ട് ഇതൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഹൂറിനെ പോയി കിടക്കണമെങ്കിൽ ഇവിടെ എങ്ങനെ ചെയ്യണം? അപ്പൊ എല്ലാ അടിമ സ്ത്രീനെ വരെ നമുക്ക് ഹലാലാക്കി വെച്ച ഒരു മതാണെന്ന് ഇവരെന്നെ വിളിച്ചു പറയുക. അപ്പൊ പിന്നെ ആരാ? ഞാൻ സമ്മതിക്കൂല. നുസ്രത്ത് ജഹാനെ, യുധിഷ്ഠിര രാജാവിന്റെ അടുക്കളയിൽ എത്ര അടിമ സ്ത്രീകൾ ജോലി ചെയ്തിരുന്നു? യുധിഷ്ഠിര രാജാവ് ബ്രാഹ്മണർക്ക് എത്ര അടിമ സ്ത്രീകളെ ദാനം ചെയ്തിരുന്നു? അതിന്റെ എണ്ണം ഈ മഹാഭാരതത്തിലെ വനപർവത്തിലും വിരാട പർവത്തിലും കൃത്യമായി പറയുന്നുണ്ട്. ആ ടോട്ടൽ ഉണ്ടല്ലോ, അത് മദീനയിലെ ജനസംഖ്യയെക്കാളും 100 ഇരട്ടി അധികം വരും. മൊത്തം ജനസംഖ്യ മദീനയിലെ. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഈ അടിമ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇത് ഉദ്ധരിക്കുന്ന എന്തിനാണെന്നറിയാം? ഇതിനെ അനാദരിക്കാനോ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ അല്ല, നിർബന്ധിതമാവുകയാണ്. നിങ്ങളിങ്ങനെ നിരന്തരം ജനൻ ടിവിയിലൊക്കെ പോയിരുന്ന് ഇസ്ലാമിനെയും പ്രവാചകനെയൊക്കെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അഥവാ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അന്യമതസ്ഥർ ആരാധിക്കുന്ന ദൈവങ്ങളെയോ അവർ ആദരിക്കുന്ന മഹാന്മാരെയോ അവരുടെ ആചാരരീതികളെയോ ആക്ഷേപിക്കുക, പരിഹസിക്കുക എന്നത് ഞങ്ങളെ നിലപാടല്ല. ഞങ്ങൾ മാന്യമായ രീതിയിൽ സംവാദത്തിലൊക്കെ ഏർപ്പെടും. മറ്റൊരു കാരണവും കൂടിയുണ്ട്, അനാദരിക്കാതിരിക്കാൻ. ഇസ്ലാമിൽ 1,24,000 പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഭൂലോകത്ത് 10-24 പ്രവാചകന്മാരുടെ ചരിത്രേ ഖുർആൻ പറയുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലും ഭാരതത്തിലും സംസ്കൃത ഭാഷ സംസാരിക്കുന്ന നബിമാർ വന്നിട്ടുണ്ടാവാം. ശ്രീകൃഷ്ണൻ ആരാണ്, ശ്രീരാമൻ ആരാണ്, അവർ ജീവിച്ചിരുന്നവരാണോ, കേവല കഥാപാത്രങ്ങളാണോ? ജീവിച്ചിരുന്നവരാണെങ്കിൽ അവർ പ്രവാചകന്മാരാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അതിനെ സ്ഥാപിക്കാനും പോവുകയില്ല, നിഷേധിക്കാനും പോവുകയില്ല. എന്നാൽ ഞങ്ങൾ ഒരിക്കലും അവരെ അനാദരിക്കില്ല. ചിലപ്പോൾ പ്രവാചകന്മാരാണെങ്കിലോ എന്ന് വിചാരിച്ചു. കാരണം ഖുർആൻ ഞങ്ങളെ പഠിപ്പിക്കുന്നത് പ്രവാചകന്മാർക്കിടയിൽ ഒരു വിവേചനവും കൽപ്പിക്കാൻ പാടില്ല എന്നാണ്. മറ്റൊരു സംഗതി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ സമൂഹത്തിലും ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടുണ്ട് എന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ ഞങ്ങൾ അനാദരിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യില്ല, അവരുടെ ആചാരങ്ങളിൽ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് ഉദ്ധരിക്കുകയാണ്. ഇതിലെ വിരാട പർവത്തിലെ 18-ാം അധ്യായത്തിലെ 21-ാം ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ വായിക്കാം. യുധിഷ്ഠിര രാജാവിന്റെ പത്നി ദ്രൗപദി ഭീമനോട് യുധിഷ്ഠിര രാജാവിന്റെ സമ്പത്തിനെ കുറിച്ച് പറയാണ്. അതായത് ചൂത് കളിച്ചെല്ലാം നശിക്കുന്നതിന് മുമ്പുള്ള സമ്പത്തിന്റെ എണ്ണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയുമ്പോ പറയാണ്, അനവധി 100,000 രഥങ്ങളോടുകൂടി ഓജസ്സേറിയ രാജാക്കന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിര രാജാവിനെ ഉപാസിച്ചുകൊണ്ടിരുന്നില്ലേ? ദ്രൗപദി ചോദിക്കുകയാണ്. അവിടെ ഊട്ടുപുരയിൽ എന്ന് പറഞ്ഞ അടുക്കളയിൽ 100,000 ദാസിമാർ രാവും പകലും കയ്യിൽ പാത്രവുമെടുത്ത് അതിഥികളെ ഊട്ടിയിരുന്നില്ലേ? 1,00,000 അടിമ സ്ത്രീകള് അടുക്കളയിൽ ജോലി ചെയ്യുന്നു. ഇനി മഹാഭാരതത്തിലെ തന്നെ വനപർവത്തിലെ 233-ാം അധ്യായം ശ്രീകൃഷ്ണ പത്നി സത്യഭാമയും യുധിഷ്ഠിര പത്നി ദ്രൗപദിയും നടക്കുന്ന സംവാദത്തെ കുറിച്ചാണ്. ഇതിൽ സത്യഭാമയോട് ദ്രൗപദി വീട്ടിലെ വിശേഷം പറയവേ ഇതിലെ 209-ാമത്തെ പേജ് DC ബുക്സ് പ്രസിദ്ധീകരിച്ച മഹാഭാരതത്തിലെ 2-ാം വോള്യം പറയാണ്, 8,000 ബ്രാഹ്മണന്മാർ ധർമ്മപുത്രന്റെ മന്ദിരത്തിൽ പൊൻകിണ്ണത്തിൽ ഊണ് കഴിക്കുന്നു. എത്ര? 8,000 ബ്രാഹ്മണർ. 18,000 ഗൃഹസ്ഥന്മാരും സ്നാതകന്മാരുമായ ദ്വിജന്മാരും ഊണ് കഴിക്കുന്നു. അപ്പൊ രണ്ടു കൂടി എത്രയായി? 26,000 പേര്. ഒരുത്തന് 30 ദാസിമാർ വീതമുണ്ട്. ഒരാൾക്ക് 30 അടിമ സ്ത്രീകളുണ്ട്. അപ്പൊ 26,000 ഗുണിക്കണം 30 എത്രയായി? 7,80,000. 1,00,000 അടിമ സ്ത്രീകൾ നേരത്തെ ഊട്ടുപുരയിലുണ്ട് യുധിഷ്ഠിരന്റെ. എല്ലാം കൂടി എത്രയായി? 8,80,000 അടിമ സ്ത്രീകൾ. നോക്കൂ, ഇതൊന്നും വായിക്കാതെയാണ് ഇസ്ലാമിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത് ജനൻ ടിവിയിലിരുന്ന് ഈ നുസ്രത്ത് ജഹാനെ പോലുള്ള, ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ.